രേഖകളുടെയും വാഹനങ്ങളിലെ ചരക്കുകളുടെയും പരിശോധന കൃത്യമായി തുടർന്ന കാലത്ത് പോലും കള്ളക്കടത്തുണ്ടായിരുന്ന സാഹചര്യത്തിലാണ് വാണിജ്യഗതി ചെക്ക് പോസ്റ്റുകൾ തന്നെ ഇല്ലാതായത്. നിലവിൽ ചരക്കുകളുടെ വിവരങ്ങളും നികുതി സംബന്ധിച്ച കാര്യങ്ങളും അടങ്ങിയ ഡിക്ലറേഷൻ പകർപ്പ് നൽകിയാണ് സാധനങ്ങൾ അതിർത്തി കടക്കുന്നത്. പരിശോധനകൾ പൂർണ്ണമായി ഇല്ലാതായ സാഹചര്യത്തിൽ അത് വൻതോതിൽ കള്ളക്കടത്തിന് അവസരം ഒരുക്കുന്നതായാണ് വിലയിരുത്തൽ. ഡിക്ലറേഷൻ പകർപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണോ വാഹനത്തിലുള്ളതെന്ന് ഉറപ്പാക്കാൻ പോലും കഴിയാത്തത്ര ദുർബലമായിരിക്കുകയാണ് നികുതി വകുപ്പ് പ്രവർത്തനങ്ങൾ. ചുരുക്കത്തിൽ ഒരു ഡിക്ലറേഷൻ പകർപ്പ് നൽകി ആർക്കും എന്തു സാധനവും കൊണ്ടുവരാമെന്നതാണ് സ്ഥിതി. ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നില്ല. ഇപ്പം അതിനൊരു സമയം കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ സിമ്പിളാണ്, ഒന്നുമില്ല. എവിടെയും നിർത്തിയില്ല വണ്ടി, അവിടെ നിന്ന് എടുത്തു, നേരെ ഇവിടെ ഡിക്ലറേഷൻ കോപ്പി കൊടുത്തു, പോവാം. പരിശോധന ഒന്നുമില്ല. ചെക്ക് പോസ്റ്റുകളിലെ ജീവനക്കാരെ പുനർവിന്യസിച്ച് സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരുന്നുവെങ്കിലും നടപടികളായിട്ടില്ല. അതേസമയം ചരക്ക് വാഹന പരിശോധന കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണോ സംസ്ഥാന വാണിജ്യ നികുതി വകുപ്പിന്റെ പരിധിയിലാണോ വരികയെന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഈ വിഷയത്തിൽ വിജ്ഞാപനം ഇറങ്ങാൻ വൈകുന്നതിന്റെ കാരണവും ഇതുതന്നെ. GST മൂലമുണ്ടായ പുതിയ സാഹചര്യത്തിന് ആനുകൂല്യം മുതലെടുത്ത് സംസ്ഥാനത്ത് 84 മേഖലകളിലൂടെ പ്രതിദിനം 10,000-ത്തിലധികം ചരക്ക് വാഹനങ്ങളാണ് പരിശോധനകളില്ലാതെ കടന്നുവരുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.